ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. പാക്കറ്റിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് പാസ്തയാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കണം അത് വേവിക്കാനായിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പാസ്ത ഒരു 90% കുക്കായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കുക കേട്ടോ. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതായത് ഇതിലേക്കൊരു 10 വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. പാസ്തയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ എടുക്കുള്ളൂ കേട്ടോ. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് പാസ്ത ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ വേവായിക്കണോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 129 രൂപയാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിനൊരു പീസ് വേണം. കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണല്ലോ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിൽ. പിന്നെ നമുക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 68 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ ഏകദേശം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സോസ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടറൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പറയുന്നത്. ബട്ടർ ഫുള്ളായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന്
ഇളക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. സോസിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും പാലും കൂടിയിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ആദ്യം പകുതി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. മൈദയും പാലും കൂടിയിട്ട് മിക്സാക്കി വെച്ചതില്ലേ, അത് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചീസാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ സ്ലൈസ് ചീസാണ്. അതൊരു 3-4 ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആൽഫ്രെഡോ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.